കിംചി എന്നത് ഒരു തരം കൊറിയൻ അച്ചാറാണ്. നിങ്ങൾ കിംചി കില്ലർ എന്ന് ഓൺലൈനിൽ തിരഞ്ഞു നോക്കിയാൽ ഈ കേസിനെ കുറിച്ചുള്ള വിവരം നിങ്ങൾക്ക് ലഭിക്കും. അതല്ലാതെ ഈ കേസിനെ കുറിച്ച് കണ്ടുപിടിക്കുക എന്നുള്ളത് വളരെ പാടാണ്. അതിന് കാരണം ഈ കേസിൽ ബന്ധപ്പെട്ട കുറ്റവാളികളായാലും ഇരകളുടെ പേരുകളായാലും കൊറിയൻ ഗവൺമെന്റ് പുറത്ത് റിലീസ് ചെയ്തിട്ടില്ല. അത്രത്തോളം വളരെ ക്രൂരമായൊരു കേസാണ്. അങ്ങനെ എന്ത് കേസാണെന്ന് ചോദിച്ചാൽ, സൗത്ത് കൊറിയയിൽ ഒരു അപ്പാർട്ട്മെന്റ്. വളരെ പാവപ്പെട്ട ജനങ്ങളാണ് ഈ അപ്പാർട്ട്മെന്റിൽ താമസിക്കുന്നത്. ആ അപ്പാർട്ട്മെന്റിന് അടുത്തായി ഒരു ഫെർട്ടിലൈസർ കമ്പനി ഉണ്ട്. അതും ഓർഗാനിക് ഫെർട്ടിലൈസ് കമ്പനിയാണ്. പല മൃഗങ്ങളുടെ മാലിന്യം ഈ കമ്പനിയിലേക്ക് കൊണ്ടുവരും. അതുപയോഗിച്ച് വളം തയ്യാറാക്കും. ഈ കമ്പനിക്ക് അടുത്തായി തന്നെ അപ്പാർട്ട്മെന്റ് ഉള്ളതുകൊണ്ട് അപ്പാർട്ട്മെന്റ് മുഴുവനും ആ കമ്പനിയിൽ നിന്ന് വരുന്ന ദുർഗന്ധമുണ്ടാകും. എന്നാൽ അതിന് പുറമെ ആ അപ്പാർട്ട്മെന്റിലെ ജനങ്ങളെ കൊണ്ട് താങ്ങാനാകാത്ത മറ്റൊരു കാര്യമുണ്ടായിരുന്നു. അത് അപ്പാർട്ട്മെന്റിന്റെ സെക്കൻഡ് ഫ്ലോർ. അവിടെയുള്ള 2ാം നിലയിൽ പോയാൽ തന്നെ അത്രത്തോളം ദുർഗന്ധം നിങ്ങൾക്ക് എടുക്കും. ആ സെക്കൻഡ് ഫ്ലോറിൽ ഒരു സ്ത്രീ വളരെ കാലമായി താമസിക്കുന്നുണ്ട്. ഒരു 7-8 വയസ്സുള്ള മകനുമായി താമസിക്കുന്നു. അവരുടെ ഫ്ലാറ്റിൽ നിന്നാണ് ഈ ഒരു ദുർഗന്ധം പുറത്തേക്ക് വരുന്നത്. ആ ഒരു ഫ്ലാറ്റ് കാരണം നിങ്ങൾക്ക് ആ സെക്കൻഡ് ഫ്ലോറിൽ തന്നെ പോകാൻ കഴിയില്ല. മാത്രമല്ല, ആ ഫ്ലാറ്റിൽ നിന്ന് വരുന്ന ഗന്ധം അപ്പാർട്ട്മെന്റ് മുഴുവനും പടർന്നു. ഇതുപോലും അപ്പാർട്ട്മെന്റിലെ ജനങ്ങൾ എങ്ങനെയെങ്കിലുമൊക്കെ സഹിക്കുമെന്ന് പറയാം. എന്നാൽ ആ ഫ്ലാറ്റിൽ ഒരു കുഞ്ഞുണ്ടല്ലോ, 7-8 വയസ്സുള്ള ഒരു മകൻ. അവൻ എപ്പോഴും കരഞ്ഞുകൊണ്ടേയിരിക്കും. അവന്റെ കരച്ചിൽ കേട്ടാൽ ആ കുഞ്ഞ് മരിച്ചു പോയേക്കുമോ എന്നൊരു തോന്നിയേക്കും. ഇതൊക്കെ പല ദിവസങ്ങളായി നടന്നിട്ടും അപ്പാർട്ട്മെന്റിലെ ജനങ്ങൾ മറ്റെന്തെങ്കിലും കാര്യമായിരിക്കുമെന്ന് കരുതി അതങ്ങ് വിട്ടു. ഒരു ദിവസം അപ്പാർട്ട്മെന്റിൽ താമസിക്കുന്ന ഒരു വ്യക്തി, സാംനേജ് എന്ന ഒരാൾ, അയാൾ ഡയറക്റ്റ് ആ സ്ത്രീയുടെ വീട്ടിലേക്ക് ചെന്ന് എന്താണ് പ്രശ്നമെന്ന് ചോദിക്കാനായി പോകുന്നു. 2ാം നിലയിലേക്ക് കയറി. അപ്പോഴും ആ കുഞ്ഞ് വീടിനുള്ളിൽ കരയുന്നുണ്ടായിരുന്നു. വീടിന്റെ കതക് തട്ടി. ആരെങ്കിലും ഉണ്ടോ എന്ന് കതക് തട്ടിക്കൊണ്ട് തന്നെ ചോദിച്ചു. അകത്തുനിന്ന് ആ കുഞ്ഞിന്റെ കരച്ചിലല്ലാതെ മറ്റു ശബ്ദം ഒന്നും കേൾക്കുന്നില്ല. ഇവരും തുടർന്ന് കതക് തട്ടിക്കൊണ്ടിരുന്നു. അതിനുശേഷവും ആ വീടിനകത്ത് നിന്ന് ആരുടെ പ്രതികരണവും ഇല്ലാത്തതുകൊണ്ട് വീടിനുള്ളിൽ മകൻ മാത്രമായിരിക്കും. വൈകുന്നേരം അവന്റെ അമ്മ വരും എന്ന് ചിന്തിച്ച് അയാൾ അയാളുടെ വീട്ടിലേക്ക് പോയി. എന്നാൽ അന്ന് രാത്രി മുഴുവനും ആ കുഞ്ഞിന്റെ കരച്ചിൽ ശബ്ദം കേട്ടുകൊണ്ടേയിരുന്നു. അവന്റെ അമ്മ വീട്ടിൽ വന്നതായും തോന്നിയില്ല. അടുത്ത ദിവസം സാം ആ അപ്പാർട്ട്മെന്റിലെ എല്ലാവരെയും കൂട്ടിക്കൊണ്ട് സെക്കൻഡ് ഫ്ലോറിലുള്ള ആ സ്ത്രീയുടെ വീട്ടിലേക്ക് വീണ്ടും പോകുന്നു. അപ്പോഴും ആ കുഞ്ഞ് കരയുന്നുണ്ടായിരുന്നു. ആ വീട് അകത്തുകൂടെ പൂട്ടിയിരിക്കുകയായിരുന്നു. എല്ലാവരും കതക് തട്ടി നോക്കുന്നു. ആ കുഞ്ഞ് കതക് തുറക്കുന്നില്ല. തുടർന്നും കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്തിന്? ആ കുഞ്ഞ് പറയുന്നത്, എനിക്ക് അമ്മ വേണം, അമ്മയെ കൂട്ടിക്കൊണ്ട് വരാമോ എന്ന് ചോദിച്ചു. പക്ഷെ കതക് തുറക്കുന്നില്ല. ഇപ്പോൾ ആ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരു സ്ത്രീ, മോനെ, ഞാനാണ് അമ്മ, നീ കതക് തുറക്ക് എന്ന് പറഞ്ഞു. ഉടനെ അവൻ വളരെ വേഗത്തിൽ എഴുന്നേറ്റ് വന്ന് ആ കതക് വീണ്ടും നന്നായി ലോക്ക് ചെയ്തു. ഞാൻ കതക് തുറക്കില്ല, ആര് പറഞ്ഞാലും കതക് തുറക്കില്ല എന്ന് അവൻ നിലവിളിച്ച് കരയാൻ തുടങ്ങി. കൂടെ ഉണ്ടായിരുന്നവർ എത്ര പറഞ്ഞിട്ടും അവൻ ആ വീടിന്റെ കതക് തുറന്നില്ല. ഇപ്പൊ മറ്റു മാർഗമില്ലാതെ സാമും ആ അപ്പാർട്ട്മെന്റിലെ ജനങ്ങളും ചേർന്ന് 112 നമ്പറിലേക്ക് വിളിച്ചു. ഇത് സൗത്ത് കൊറിയയിലെ എമർജൻസി നമ്പറാണ്. പോലീസും പെട്ടെന്ന് തന്നെ അപ്പാർട്ട്മെന്റിനുള്ളിലേക്ക് വരുന്നു. ആ കുഞ്ഞിനെ കതക് തുറക്കാൻ ആവശ്യപ്പെടുന്നു. അപ്പോഴും അവൻ കതക് തുറന്നില്ല. ഇപ്പോൾ പോലീസ് ചെയ്തത്, ആ വീടിന് ഒരു ബാൽക്കണി ഉള്ളത് ശ്രദ്ധിക്കുന്നു. 2ാം നിലയിലുള്ള ആ ബാൽക്കണിയിലേക്ക് ഒരു ഏണി കൊണ്ടുവന്ന് വയ്ക്കുന്നു. എന്നിട്ട് ആ ബാൽക്കണിയിലേക്ക് ഒരു ഓഫീസർ കയറി നോക്കിയപ്പോൾ ആ വീടിന്റെ ബാൽക്കണി കതകും അകത്തൂടെ ലോക്കായിരുന്നു. ഇപ്പോൾ ചെയ്തത് വളരെ സാവധാനം ആ വീടിന്റെ ജനാല കതക് തുറക്കുന്നു. ജനാല തുറന്ന ഉടനെ വല്ലാത്ത ദുർഗന്ധം വരാൻ തുടങ്ങി. ഇദ്ദേഹം പിന്നീട് മീഡിയയോട് പറഞ്ഞത്, വീണ്ടും ഒരു അല്പസമയം കൂടെ ഞാൻ അവിടെ നിന്നിരുന്നുവെങ്കിൽ എനിക്ക് തന്നെ ബോധം നഷ്ടമാകുമായിരുന്നു എന്ന്. അത്രത്തോളം ദുർഗന്ധമായിരുന്നു അതിനകത്തു നിന്നും വന്നത്. ഇപ്പോൾ ഓഫീസർ ജനാല കമ്പി പൊളിച്ച് അതിനകത്തേക്ക് കയറി. വീടിനുള്ളിൽ നോക്കിയപ്പോൾ എവിടെ നോക്കിയാലും ചപ്പ് ചവറുകൾ മാത്രമായിരുന്നു. വീടിന് നടുവിൽ ഒരു വലിയ കിംചി ബക്കറ്റ് ഉണ്ടായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞു, കിംചി എന്നത് ഒരു തരം അച്ചാറാണ്. ഇത് സൗത്ത് കൊറിയയിലെ ജനങ്ങൾ വളരെ ഇഷ്ടപ്പെട്ട് കഴിക്കും. അവർ കഴിക്കുന്ന എല്ലാ ഭക്ഷണത്തിന്റെ കൂടെയും ഈ കിംചിയും ഉപയോഗിക്കും. എത്രത്തോളം എന്ന് ചോദിച്ചാൽ, പാസ്ത, ബർഗർ, സാൻഡ്വിച്ച് ഇവയ്ക്ക് പോലും സോസ് പോലെ ഇത് ഉപയോഗിക്കും. അതിനാൽ സൗത്ത് കൊറിയയിൽ ജീവിക്കുന്ന പകുതിയിൽ കൂടുതൽ ആളുകളുടെ വീട്ടിലും ഈ കിംചി ബൗൾ ഉണ്ടാകും. ഈ ബൗളിലാണ് അച്ചാർ വച്ചിരിക്കുക. ആ ബൗൾ കാണാൻ ചുവന്ന നിറമായിരിക്കും. കിംചി ഉണ്ടാക്കാൻ ഓരോ നാട്ടിലും പ്രത്യേകം കിംചി ബൗൾ ഉണ്ടാകും. കിംചി ഉണ്ടാക്കിയതിനു ശേഷം 2-3 ദിവസം അത് ആ ഒരു ബോക്സിൽ തന്നെ സൂക്ഷിക്കും. എങ്കിൽ മാത്രമേ അതിൻ്റെ ടേസ്റ്റ് വർദ്ധിക്കുകയുള്ളൂ. ഇങ്ങനെ വീടുകളിൽ ഒരു ബൗൾ ഉണ്ടെങ്കിൽ മാത്രം മതി. പക്ഷെ അതേസമയം ഒരു റെസ്റ്റോറൻ്റ് ആണെങ്കിൽ ഒരു വലിയ ബക്കറ്റിലാണ് കിംചി വയ്ക്കുന്നത്. അതിന്റെ പേരാണ് കിംചി ബക്കറ്റ്. ഈ ബക്കറ്റ് ഒരു വലിയ അടപ്പ് വെച്ച് മൂടുകയും മണ്ണിനടിയിൽ അത് കുഴിച്ചിടും. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അത് പുറത്തേക്ക് എടുത്തിട്ട് എല്ലാവർക്കും സെർവ് ചെയ്യും. ഈ ഒരു കിംചി ബക്കറ്റാണ് ആ വീടിന്റെ ഹാളിൽ ഉണ്ടായിരുന്നത്. ആ വീട് മുഴുവനും ചപ്പ് ചവറുകൾ നിറഞ്ഞു കിടപ്പുണ്ട്. ഗാർബേജ് ബാഗ് പോലും ശരിയായി കെട്ടിവെച്ചിട്ടില്ല. ആ വീട് മുഴുവനും പുഴു, പാറ്റാൻ, ഈച്ച എല്ലാം കൊണ്ട് നിറഞ്ഞിരുന്നു.
എലികൾ അവിടെ ഓടുന്നുണ്ട്. ഏകദേശം ഒരു മാലിന്യ കൂമ്പാരത്തിൽ അകപ്പെട്ടതുപോലെ തോന്നി. ഇതിനെക്കുറിച്ചൊന്നും പോലീസ് ഓഫീസർ ചിന്തിച്ചില്ല. അയാളെ സംബന്ധിച്ചിടത്തോളം ആദ്യം ആ കുഞ്ഞിനെ രക്ഷിക്കണം. അതിനാൽ ആ വീടിന്റെ ബെഡ്റൂമിനുള്ളിലേക്ക് പോകുന്നു. ആ കുഞ്ഞ് തറയിൽ ഒരു അഴുക്ക് പായിൽ കിടക്കുകയായിരുന്നു. ആ കുഞ്ഞിനെ എടുത്ത് പുറത്തേക്ക് കൊണ്ടുവരുന്നു. ആദ്യം പോലീസ് ചെയ്തത് ആ കുഞ്ഞിനെ റിക്കവറി സെന്ററിലേക്ക് അയക്കുന്നു. അതേസമയം ആ വീടും പരിശോധിക്കാൻ തുടങ്ങി. അതിനുള്ള കാരണം എന്തെന്ന് ചോദിച്ചാൽ, മനുഷ്യ ശരീരം അഴുകിപ്പോയാൽ അതിനൊരു പ്രത്യേക ദുർഗന്ധമുണ്ടാകും. ആ ദുർഗന്ധം നേരത്തെ അറിയാവുന്നവർക്ക് അത് എവിടെ എടുത്താലും പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കും. അങ്ങനൊരു ദുർഗന്ധമായിരുന്നു ആ വീട്ടിൽ നിന്ന് വന്നിരുന്നത്. തീർച്ചയായും ആ വീടിനുള്ളിൽ ഡെഡ് ബോഡി ഉണ്ടെന്ന് പോലീസ് ചിന്തിച്ചു. അത് എവിടെ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നും അവർക്ക് നന്നായി മനസ്സിലായി. കാരണം ആ കിംചി ബക്കറ്റിനകത്ത് തന്നെ അത് കാണും. അവർ അതിന്റെ അടപ്പ് തുറന്നു നോക്കുന്നു. അവർ വിചാരിച്ചതുപോലെ ആ ബക്കറ്റ് മുഴുവനും ലിക്വിഡ് ആയിരുന്നു. അതിൽ മനുഷ്യന്റെ ശരീരഭാഗങ്ങൾ പൊങ്ങിക്കിടക്കുന്നുണ്ട്. പെട്ടെന്ന് തന്നെ പോലീസ് ആ ഒരു ബക്കറ്റ് ഫോറൻസിക് ഡിപ്പാർട്ട്മെന്റിലേക്ക് കൊടുക്കുന്നു. അവർ ആ ബക്കറ്റിലുള്ള വസ്തുക്കളെല്ലാം പുറത്തേക്കെടുത്ത് പരിശോധിക്കാൻ തുടങ്ങി. ആദ്യം പോലീസ് ചിന്തിച്ചത്, ഈ 7 വയസ്സുള്ള കുഞ്ഞിന് ഒരു അമ്മയുണ്ടല്ലോ, അവരുടെ ഡെഡ് ബോഡി ആയിരിക്കാം ഇതിനകത്ത് ഉണ്ടായിരുന്നത് എന്ന്. അവരെ ആരെങ്കിലും ഈ കുഞ്ഞിന്റെ കൺമുൻപിൽ വെച്ച് കൊന്നിട്ടുണ്ടാകാം. അതിനുശേഷം ആ ബക്കറ്റിനുള്ളിൽ വെച്ച് അടച്ചു വെച്ചിട്ടുണ്ടാകാം. അതുകൊണ്ടായിരിക്കാം കുഞ്ഞ് ഭയന്ന് വീടിന്റെ എല്ലാ കതകും അടച്ചകത്തിരുന്നത്. അമ്മ വരും തന്നെ രക്ഷിക്കുമെന്ന് അവൻ കാത്തിരുന്നിട്ടുണ്ടാകാം. ഇതായിരുന്നു പോലീസിന്റെ ആദ്യത്തെ നിഗമനം. അതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് ചെയ്തത്, ആ കുഞ്ഞിനെ ആദ്യം ഒരു സൈക്യാട്രിസ്റ്റ് ഡോക്ടറുടെ പക്കൽ അയക്കുന്നു. സാധാരണ ഈ ഡോക്ടേഴ്സ് കുഞ്ഞുങ്ങളെ എങ്ങനെ അനലൈസ് ചെയ്യുമെന്ന് ചോദിച്ചാൽ അവർക്ക് കഴിക്കാൻ എന്തെങ്കിലും കൊടുക്കും. അപ്പോൾ ആ കുഞ്ഞുങ്ങൾ എങ്ങനെ ബിഹേവ് ചെയ്യുന്നു, എങ്ങനെ കഴിക്കുന്നു, ഇതൊക്കെ വെച്ച് അവർ എങ്ങനെ ഒരു സാഹചര്യത്തിലായിരുന്നു, ഏത് മാനസികാവസ്ഥയിലാണെന്നുള്ളത് കണ്ടുപിടിക്കും. അതുപോലെ ഈ ഒരു ഡോക്ടറും ആ വീട്ടിലുള്ള 8 വയസ്സുള്ള കുഞ്ഞിന് ഒരു ബർഗർ കഴിക്കാൻ കൊടുക്കുന്നു. ആ ബർഗർ ഒരു കവറിനുള്ളിലായിരുന്നു. ആ കുഞ്ഞ് പതുക്കെ ആ കവറിൽ നിന്നും ബർഗർ പുറത്തേക്കെടുത്തു. അതിനുശേഷം ആ ബർഗറിനെ 5 കഷ്ണങ്ങളായി വെട്ടി. അതിൽ 4 കഷ്ണം ആ കവറിനുള്ളിൽ തന്നെ വെച്ചു. ഒരേ ഒരു കഷ്ണം മാത്രം എടുത്ത് അവൻ കഴിക്കാൻ തുടങ്ങി. എന്തിന്? ആ കുഞ്ഞിന് പല ദിവസം പട്ടിണിയായിരുന്നു. എങ്കിൽ പോലും അവന് കിട്ടിയ ഒരു ബർഗറിൽ ഒരേ ഒരു കഷ്ണം മാത്രമാണ് അവൻ കഴിച്ചത്. ഇപ്പോൾ അവനെ അനലൈസ് ചെയ്ത സൈക്യാട്രിസ്റ്റ് പറഞ്ഞത്, അവന്റെ പ്രവൃത്തിയിലൂടെ മനസ്സിലായത് അവന് ഇതുവരെയും ഭക്ഷണം കിട്ടിയിട്ടില്ലായിരുന്നു. അതുകൊണ്ട് അവന് കിട്ടുന്ന ഭക്ഷണം അവന് കിട്ടുമ്പോഴെല്ലാം അതിന്റെ പകുതിയിൽ കൂടുതലും അവൻ ശേഖരിച്ചു വെക്കും, സേവ് ചെയ്യും. അപ്പോൾ വിശപ്പകറ്റാനുള്ളത് മാത്രം അവൻ കഴിക്കും. ബാക്കിയുള്ളവ അവന് വിശപ്പ് വരുന്ന സമയത്ത് വീണ്ടും കഴിക്കും. ഇതൊക്കെ മൃഗങ്ങൾ മാത്രം സർവൈവിനായി ചെയ്യുന്ന കാര്യങ്ങളാണ്. ഈ കുഞ്ഞും ഇങ്ങനെയാണ് ചെയ്തത് എന്ന് ഡോക്ടർ പറഞ്ഞു. ഒരു ഭാഗത്ത് കുഞ്ഞിനെ കുറിച്ചുള്ള ഇൻവെസ്റ്റിഗേഷൻ പോകുന്നു. മറ്റൊരു ഭാഗത്ത് ഈ ഒരു കേസിന്റെ ഫോറൻസിക് റിപ്പോർട്ട് വന്നു. ആ കിംചി ബക്കറ്റിലുള്ള ഡെഡ് ബോഡിയെ കുറിച്ചുള്ള റിപ്പോർട്ട്. ആ ബക്കറ്റിൽ 2 ഡെഡ് ബോഡീസ് ഉണ്ടായിരുന്നു. 2ഉം പുരുഷന്മാരുടേതായിരുന്നു. അതിൽ ഒന്ന് 1 വർഷത്തിന് മുൻപ് മരിച്ചത്, മറ്റൊരാൾ മരിച്ച് 10 വർഷത്തിൽ കൂടുതലായി. സത്യത്തിൽ ഈ 2 പേരുടെ ശരീരവും ആ ബക്കറ്റിലായിരുന്നതുകൊണ്ട് അവയെല്ലാം അഴുകി അതിൽ നിന്ന് വന്ന ലിക്വിഡ് ആ ബക്കറ്റ് മുഴുവനും ഫില്ലായി. അതിലുണ്ടായിരുന്ന ശവം 2ഉം പുരുഷന്മാരായതുകൊണ്ട് പോലീസിന് ഇപ്പോൾ കൺഫേമായി മനസ്സിലായി ആ കുഞ്ഞിന്റെ അമ്മയ്ക്കും ഇവയ്ക്കും എന്തോ ബന്ധമുണ്ടെന്ന്. കൂടാതെ അവന്റെ അമ്മ അവനെ തിരഞ്ഞ് പോലീസ് സ്റ്റേഷനിൽ പോലും വന്നില്ല. അങ്ങനെയാണെങ്കിൽ അവർ എന്തോ തെറ്റ് ചെയ്തിട്ടുണ്ട്. അവരെ തേടി കണ്ടുപിടിക്കണം എന്നുള്ളതാണ് ഇപ്പോൾ പോലീസിന്റെ അടുത്ത നീക്കം. അവരുടെ എല്ലാ റെക്കോർഡ്സും എടുത്തു. എന്നാൽ അവരവരുടെ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തിരുന്നു. അവരുടെ ഡെബിറ്റ് കാർഡ്, ക്രെഡിറ്റ് കാർഡ് ഒന്നും ഉപയോഗിക്കുന്നില്ല. പോലീസിനെ കൊണ്ട് അവരെ ട്രാക്ക് ചെയ്യാനേ സാധിച്ചില്ല. പോലീസ് ചെയ്തത് അവരുടെ മുഴുവൻ ഡേറ്റ കളക്ട് ചെയ്യാൻ തുടങ്ങി. അവർ ഇതിന് മുൻപ് അറസ്റ്റ് ആയിട്ടുണ്ടോ, ഇൻഷുറൻസ് എടുത്തിട്ടുണ്ടോ, ലോൺ എടുത്തിട്ടുണ്ടോ, അവർക്ക് എത്ര മക്കളുണ്ട്, വിവാഹമായിട്ടുണ്ടോ, മുഴുവൻ റെക്കോർഡ്സും കളക്ട് ചെയ്യുന്നു. ഇപ്പോൾ പോലീസിന് അറിയാൻ കഴിഞ്ഞത് അവർക്ക് വിവാഹം കഴിഞ്ഞ് 30 വർഷത്തിൽ കൂടുതലായി. ആ ഒരു വിവാഹബന്ധത്തിൽ 2 കുഞ്ഞുങ്ങൾ ജനിച്ചു. എന്നാൽ ഒരു കുഞ്ഞ് അപകടത്തിൽ മരിച്ചു. ഒരു കുഞ്ഞ് മാത്രമാണ് ജീവനോടെ ഉള്ളത്. അവന് 27 വയസ്സ്. അവന്റെ സഹോദരനാണ് മരിച്ചത്. അവനും ഏകദേശം 20 വയസ്സുണ്ടാകും. എന്നാൽ ആ വീട്ടിലുള്ള 8 വയസ്സുള്ള കുഞ്ഞ്, അവനെക്കുറിച്ചുള്ള യാതൊരു റെക്കോർഡ്സ്, ഹോസ്പിറ്റൽ റെക്കോർഡ്സ് ഇല്ല, അവന് സ്കൂൾ റെക്കോർഡ്സ് ഇല്ല, സെൻസർ റെക്കോർഡ്സ് ഇല്ല, അവന്റെ പേര് പോലുമില്ല. ഗവൺമെന്റിനെ സംബന്ധിച്ച് 8 വയസ്സുള്ള കുഞ്ഞെന്നത് ആരെന്നേ അറിയില്ല. ഇപ്പൊ പോലീസിനുള്ള ഒരേ ഒരു തെളിവ് ഈ അമ്മയുടെ 27 വയസ്സുള്ള മകൻ. അവനെ അന്വേഷിച്ച് കണ്ടുപിടിക്കാൻ തുടങ്ങി. കണ്ടുപിടിച്ച് അമ്മയെക്കുറിച്ച് ചോദിച്ചു. അവൻ പറഞ്ഞത്, ഞങ്ങളുടെ ജീവിതം വളരെ നോർമലായിരുന്നു. വീട്ടിൽ ഇടയ്ക്കിടയ്ക്ക് അമ്മയും അച്ഛനും തമ്മിൽ ചില പ്രശ്നങ്ങളുണ്ടാകും. എങ്കിലും അതൊരു വലിയ പ്രശ്നമായിരുന്നില്ല. കാരണം പകുതിയിൽ കൂടുതൽ പ്രശ്നവും പണം കാരണം ഉണ്ടാകുന്നതാണ്. ഞങ്ങളെപ്പോലുള്ള പാവപ്പെട്ട കുടുംബങ്ങൾക്ക് അതൊക്കെ സാധാരണമാണ്. മറ്റു വീടുകളിലും ഇതുപോലെ പ്രശ്നം വരും. അതുകൊണ്ട് ഞാനതൊന്നും കാര്യമാക്കിയില്ല. പക്ഷെ ഒരു ദിവസം എൻ്റെ സഹോദരൻ വീടിന് പുറത്തേക്ക് പോകുമ്പോൾ ഒരു ലോറി വളരെ വേഗത്തിൽ വരികയായിരുന്നു. ഒരു വളവിൽ വേഗത്തിൽ തിരിയുന്ന സമയത്ത് ആ വണ്ടി സൈഡിലേക്ക് മറിഞ്ഞു. ഭാഗ്യത്തിന് എൻ്റെ അനുജന്റെ മുകളിലായി അത് വീണില്ല. പക്ഷെ അതിലുണ്ടായിരുന്ന മണ്ണെല്ലാം എൻ്റെ അനുജന് മുകളിലൂടെയായിരുന്നു വീണത്. നടു റോട്ടിൽ തന്നെ അവൻ ശ്വാസം മുട്ടി മരിച്ചു.
ഇത് ഞങ്ങൾക്ക് വല്ലാത്ത ദുഃഖത്തിന് കാരണമായി. അവൻ മരിച്ചതിന് ശേഷം ഞങ്ങളുടെ വീട്ടിൽ പ്രശ്നം അധികമാകാൻ തുടങ്ങി. എൻ്റെ അമ്മ എൻ്റെ അനിയൻ്റെ മരണത്തിന് കാരണം അച്ഛനാണ് കാരണമെന്ന് പറഞ്ഞു. അച്ഛൻ ഇടയ്ക്കിടയ്ക്ക് വഴക്ക് പറഞ്ഞു. കാരണം അച്ഛനാണ് എൻ്റെ പക്കൽ പണം ഇല്ല എന്ന് പറഞ്ഞ് നാടിന് പുറത്തുള്ള പുതിയ വീട്ടിലേക്ക് കൊണ്ടുവന്നത്. ആ ഏരിയയിൽ ഒരുപാട് ലോറികൾ പോയി വരും. അച്ഛൻ കാരണമാണ് അനുജൻ മരിച്ചത് എന്ന് അമ്മ മുഴുവനായും വിശ്വസിച്ചു. അച്ഛനെ കുറ്റം പറയാൻ തുടങ്ങി. ഒരു ഘട്ടത്തിൽ അമ്മ ചെയ്തത്, സാധാരണ നമ്മൾ കടയിൽ ചെന്നൊരു ഭക്ഷണം വാങ്ങിയാൽ അതൊരു കവറിൽ കിട്ടും. വീട്ടിൽ വന്ന് ആ ഭക്ഷണം കഴിക്കും. ആ കവർ നമ്മൾ കളയും. എന്നാൽ എൻ്റെ അമ്മ ആ കവറുകൾ ശേഖരിക്കാൻ തുടങ്ങി. വീടിനുള്ളിൽ ശേഖരിക്കാൻ തുടങ്ങി. വീട് തന്നെ ഒരു മാലിന്യ കൂമ്പാരം പോലെ തോന്നി. നിങ്ങൾ വേസ്റ്റ് ആണെന്ന് പറഞ്ഞ് കളയുന്ന എല്ലാം എൻ്റെ അമ്മ എടുത്തു വയ്ക്കാൻ തുടങ്ങി. ഈ സാഹചര്യത്തിൽ പെട്ടെന്ന് ഒരു ദിവസം എൻ്റെ അച്ഛനെ കാണാതായി. അതിനുശേഷം അദ്ദേഹം എവിടെ പോയി എന്ന് എനിക്കറിയില്ല എന്നും അവൻ പറഞ്ഞു. ഇപ്പോൾ എൻ്റെ അമ്മ എവിടെയാണെന്ന് പോലും എനിക്കറിയില്ല എന്ന് പറഞ്ഞു. പോലീസ് ഇതിനു ശേഷം ചെയ്തത്, ഈ അമ്മയെ ഉപേക്ഷിച്ചു പോയ ഭർത്താവ് അവരെ തിരയാൻ തുടങ്ങി. അയാളുടെ റെക്കോർഡ്സ് പരിശോധിക്കാൻ തുടങ്ങി. അയാളുടെ ബാങ്ക് റെക്കോർഡ്സ്, ലോൺ റെക്കോർഡ്സ്, ഇൻഷുറൻസ്, ഫോൺ റെക്കോർഡ്സ്, ഇങ്ങനെ എല്ലാം പരിശോധിക്കാൻ തുടങ്ങി. അപ്പോൾ പോലീസിന് അറിയാൻ കഴിഞ്ഞൊരു കാര്യം, കഴിഞ്ഞ 10 വർഷമായി ഇയാളുടെ ബാങ്ക് അക്കൗണ്ട് ഉപയോഗിച്ചിട്ടില്ല, പോലീസിൽ അകപ്പെട്ടിട്ടില്ല, യാതൊരു ലോണും എടുത്തിട്ടില്ല, അവൻ്റെ പേരിൽ ഇൻഷുറൻസ് ഇല്ല, ടോൾ ഗേറ്റിൽ പണം അടച്ചിട്ടില്ല, തെറ്റായി ഡ്രൈവിംഗ് ചെയ്ത് പോലീസിൽ അകപ്പെട്ടിട്ടില്ല. ഇപ്പോൾ പോലീസ് ആ ഫോൺ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുന്നു. അതിപ്പോൾ സ്വിച്ച് ഓഫ് ആണ്. ഉടനെ പോലീസ് ആ ഫോണിന്റെ കോൾ റെക്കോർഡ്സ്, മെസ്സേജ് റെക്കോർഡ്സ് എല്ലാം എടുക്കുന്നു. അപ്പോൾ ആ ഒരു വ്യക്തി ആ ഫോണിൽ നിന്നും അവന്റെ ഫ്രണ്ട്സ്, കൊളീഗ്സ്, ബന്ധുക്കൾ ആർക്കും കോൾ ചെയ്തിട്ടില്ല, മെസ്സേജ് ചെയ്തിട്ടില്ല. പകരം അയാളുടെ ഭാര്യ, ആ ഭാര്യയാണ് ആ ഫോണിൽ നിന്നും അവരുടെ ബന്ധുക്കൾ, കൊളീഗ്സ്, ഫ്രണ്ട്സിന് എല്ലാവർക്കും കോൾ ചെയ്തിട്ടുള്ളത്. പോലീസ് ഉടൻ തന്നെ ആ നമ്പറിലുള്ള എല്ലാവരെയും കോൺടാക്ട് ചെയ്യുന്നു. ഇപ്പോൾ പോലീസിന് വ്യക്തമായി മനസ്സിലായി, ഈ ഭർത്താവ് ആരോടും സംസാരിച്ചിട്ടില്ല. ഭാര്യയാണ് കഴിഞ്ഞ 10 വർഷമായി ആ ഫോണിൽ നിന്നും ഫ്രണ്ട്സ്, റിലേറ്റീവ്സ്, ബന്ധുക്കൾ എല്ലാവരോടും സംസാരിക്കുന്നതെന്ന്. ഇപ്പോൾ പോലീസ് ചെയ്തത്, ആദ്യം ഭാര്യ ജോലി ചെയ്യുന്ന സ്ഥലത്തേക്ക് പോയി അവരെക്കുറിച്ച് അന്വേഷിക്കുന്നു. അതൊരു ക്യാൻഡി ഫാക്ടറി ആയിരുന്നു. ആ ഒരു ലേഡി കഴിഞ്ഞ 2 വർഷമായി ആ ഒരു ഫാക്ടറിയിൽ ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയുമായി റിലേഷൻഷിപ്പിലായിരുന്നു. കഴിഞ്ഞ 1-1.5 വർഷങ്ങൾക്ക് മുൻപ് ആ ഫാക്ടറിയിലെ മുതലാളി ആ ഒരു സ്ത്രീയുടെ റിലേഷൻഷിപ്പ് മനസ്സിലാവുകയും അയാളെ ജോലിയിൽ നിന്നും പറഞ്ഞയക്കുകയും ചെയ്തു. അതിനുശേഷം അയാളെ ആരും തന്നെ കണ്ടിട്ടില്ല. ഇത്രയുമാണ് പോലീസിന് ഈ ഒരു കേസിൽ കിട്ടിയ വിവരങ്ങൾ. ഇപ്പോൾ പോലീസിനുള്ള ഒരു ചിന്ത, ഒരു ഊഹ മാത്രം. ഈ ഒരു സ്ത്രീയാണ് അവളുടെ ഭർത്താവിനെയും അതിനുശേഷം വന്ന ബോയ് ഫ്രണ്ടിനെയും കൊന്ന് അച്ചാറാക്കി ആ ഒരു കിംചി ബക്കറ്റിൽ അടച്ചിട്ടുണ്ടാവുക. ഇത് നേരത്തെ പറഞ്ഞതുപോലെ ഒരു ഊഹം മാത്രമായിരുന്നു. എന്നാൽ സത്യം എന്തെന്ന് അവരെ കണ്ടെത്തുന്നത് വരെ പോലീസിനെ കൊണ്ടുപോലും പറയാൻ കഴിഞ്ഞില്ല. ഇതിനിടയിൽ ഈ 8 വയസ്സുള്ള കുഞ്ഞ് ആരെന്ന് പോലീസിന് കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഇപ്പോൾ പോലീസ് ചെയ്തത്, ആ സ്ത്രീയുടെ ഭർത്താവിൻ്റെ ഫോൺ സ്വിച്ച് ഓഫ് ആണ്. അതിലുള്ള വ്യക്തികളെല്ലാം നേരിട്ട് ചെന്ന് അന്വേഷിച്ചു. അതിൽ അവൾ ജോലി ചെയ്ത ഫാക്ടറിയിലെ മറ്റൊരാളുടെ ഫോൺ നമ്പറും പോലീസിന് കിട്ടി. അങ്ങനെ നേരിട്ട് ഫാക്ടറിയിൽ ചെന്ന് അന്വേഷിക്കുമ്പോൾ അവർ പറഞ്ഞത്, അവസാനമായി, അതായത് 3ാമതായി ഈ ഒരു ഫാക്ടറിയിൽ ഉണ്ടായിരുന്ന ഒരാളുമായി അവൾക്കൊരു റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു. അയാളുടെ നാട് ശ്രീലങ്കയാണ്. ഇപ്പോൾ പോലീസ് നേരെ ശ്രീലങ്കയിലേക്ക് ചെല്ലുന്നു. അവിടെ ചെന്ന് അവൻ്റെ വീട് പരിശോധിക്കാൻ ആവശ്യപ്പെടുന്നു. ഉടനെ അവൻ അറസ്റ്റ് വാറന്റ് ഉണ്ടോ എന്ന് ചോദിച്ചു. എനിക്ക് അവളെക്കുറിച്ച് ഒന്നും അറിയില്ല എന്നും പറഞ്ഞു. 2 ദിവസം കഴിഞ്ഞ് വീണ്ടും അറസ്റ്റ് വാറന്റോട് കൂടി പോലീസ് അതേ വീട്ടിലേക്ക് പോകുന്നു. അപ്പോൾ ആ ലേഡിയെ അവൻ്റെ വീടിൻ്റെ ബ്യൂറോയ്ക്കകത്ത് കണ്ടുപിടിച്ചു. ആ സ്ത്രീ ഇപ്പോൾ പോലീസിനോട് പറഞ്ഞത്, പെട്ടെന്നൊരു ദിവസം എൻ്റെ ഭർത്താവ് മരിച്ചു. രാത്രി നന്നായി ഉറങ്ങിക്കിടക്കുകയായിരുന്നു. രാവിലെ എഴുന്നേൽപ്പിച്ചപ്പോൾ എഴുന്നേറ്റില്ല. ഞാൻ ആ സമയത്തും നല്ല ഡിപ്രഷനിലായിരുന്നു. എൻ്റെ പക്കലും പണമില്ലായിരുന്നു. അതുകൊണ്ടാണ് ഭർത്താവിന് അവസാന ചടങ്ങ് പോലും ചെയ്തില്ല. എൻ്റെ വീട്ടിലുള്ള കിംചി ബക്കറ്റിനുള്ളിൽ അദ്ദേഹത്തെ ഞാൻ അടച്ചു വെച്ചു. എൻ്റെ മകൻ്റെ സഹായത്തോടു കൂടിയാണ് ഞാനിത് ചെയ്തതെന്നും പറഞ്ഞു. സത്യത്തിൽ ആ മകന് അവൻ്റെ അച്ഛൻ മരിക്കുമ്പോൾ 17 വയസ്സ് മാത്രമായിരുന്നു. അവനോടും അവൻ്റെ അമ്മ ഇതേ കാര്യം തന്നെയാണ് പറഞ്ഞത്. അവസാന ചടങ്ങിന് വേണ്ടി പോയാൽ ഒരുപാട് പ്രോസസ്സ് ഉണ്ട്, എന്നെ കൊണ്ട് അതൊന്നും താങ്ങാനാകില്ല. അച്ഛനെ നമുക്ക് ഈ ബക്കറ്റിനുള്ളിൽ അടച്ചു വയ്ക്കാം. ഞാൻ രാവിലെ എഴുന്നേറ്റപ്പോഴേ അച്ഛൻ മരിച്ചിരുന്നു, ഇങ്ങനെ പറഞ്ഞു. അവനും അത് വിശ്വസിച്ച് അമ്മയെ സഹായിച്ചു. അവൻ്റെ അച്ഛൻ്റെ ശരീരത്തെ ആ ബക്കറ്റിനുള്ളിൽ അടച്ചു വെച്ചു. എന്നാൽ ദിവസങ്ങൾ കഴിഞ്ഞപ്പോഴാണ് അവന് തന്നെ മനസ്സിലായത് ഇത് എത്രത്തോളം തെറ്റായ കാര്യമാണെന്ന്. കാരണം പോലീസിൽ അകപ്പെട്ടാൽ അവനും ജയിലിൽ പോകും. അതുകൂടാതെ അവന് വന്നൊരു ചിന്ത, അമ്മ അച്ഛനെ കൊന്നതായിരിക്കും. അങ്ങനെ കൊന്നതാണെങ്കിൽ തന്നെയും കൊല്ലുമോ എന്നൊരു ഭയം വന്നു. അതുകൊണ്ട് അവൻ അമ്മയിൽ നിന്നും രക്ഷപ്പെട്ടു പോയി. അവൻ്റെ 17ാം വയസ്സിൽ രക്ഷപ്പെട്ടു പോയി. ഇതിനുശേഷം ആ അമ്മ മറ്റൊരു ഫോറിനറുമായി റിലേഷൻഷിപ്പിലായി. അപ്പോൾ ജനിച്ച കുഞ്ഞാണ് ഈ 3ാമത്തെ കുഞ്ഞ്. ഇവന് ഭക്ഷണം കൊടുക്കാതെ, വെള്ളം കൊടുക്കാതെ, ട്രീറ്റ്മെന്റ് ചെയ്യാതെ, സ്കൂളിൽ അയക്കാതെ അവനെ ആ വീടെന്ന മാലിന്യ കൂമ്പാരത്തിനുള്ളിൽ തന്നെ അടച്ചിട്ട് വളർത്തി. ഇതിനിടയിലും അവർക്ക് ഒരുപാട് പേരുമായി റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു. അതിൽ അവസാനം 1 വർഷത്തിന് മുൻപ് ഉണ്ടായിരുന്ന വ്യക്തി, അയാളെക്കുറിച്ചും അവൾ പറഞ്ഞത്, പെട്ടെന്നൊരു ദിവസം ഞാൻ എഴുന്നേറ്റ് നോക്കി, അപ്പോൾ അയാൾ മരിച്ചു കിടക്കുകയായിരുന്നു. അന്നവൻ നന്നായി മദ്യപിച്ചിരുന്നു. അവന് നല്ല തലവേദന ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഡോക്ടർ ചികിത്സയ്ക്കായി തന്ന മരുന്ന് ഞാൻ അവന് കൊടുത്തു.
പക്ഷേ രാവിലെ അവൻ എഴുന്നേറ്റില്ല, അവൻ മരിച്ചു. അവന്റെ ശരീരവും ഞാൻ ഇതുപോലെ ബക്കറ്റിനുള്ളിൽ വെച്ച് അടച്ചുവെന്ന് പറഞ്ഞു. എന്തുകൊണ്ട് നീ ഇതൊന്നും ആരോടും പറഞ്ഞില്ല എന്ന് ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞത്, ഞാൻ രണ്ടുപേരെയും യഥാർത്ഥമായാണ് സ്നേഹിച്ചത്. അവരെ വിട്ട് പിരിയാൻ എനിക്ക് മനസ്സില്ലായിരുന്നു, ആഗ്രഹമില്ലായിരുന്നു എന്ന്. സത്യത്തിൽ അവൾ പറഞ്ഞ ഈ മരുന്നുകൾ ആൽക്കഹോൾ എടുക്കുന്ന സമയത്ത് കഴിക്കാൻ പാടില്ലാത്ത മരുന്നുകളായിരുന്നു. ഇപ്പൊ പ്രോസിക്യൂഷൻ പറഞ്ഞത് അവൾ കൊല്ലണമെന്ന ഉദ്ദേശത്തോടു കൂടി തന്നെയാണ്, അറിഞ്ഞുകൊണ്ടാണ് ഈ മരുന്ന് ഭർത്താവിനും ബോയ്ഫ്രണ്ടിനും കൊടുത്തതെന്ന്. അങ്ങനെ കോടതി അവൾക്ക് 24 വർഷത്തെ ജയിൽ ശിക്ഷ കൊടുത്തു. ഇത് കഴിഞ്ഞ് വീണ്ടും അവൾ അവളുടെ ശിക്ഷയെ എതിർത്ത് ഹൈക്കോടതിയിൽ അപ്പീൽ കൊടുത്തു. അങ്ങനെ ശിക്ഷ 18 വർഷമായി കുറച്ചു. 2024 വർഷം, അതായത് ഈ ഒരു വർഷം അവൾ ജയിൽ മോചിതയാകാനുള്ള സാധ്യതയുണ്ട്. ഈ ഒരു കേസ് വളരെ ക്രൂരമായൊരു കേസ് ആയതുകൊണ്ടാണ് ഇത് സംബന്ധിക്കുന്നവരുടെ ഐഡന്റിറ്റി പോലീസ് പുറത്തുവിടാത്തത്. ഈ ഒരു കേസിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കമന്റിൽ പറയുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.